ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ. ഇതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് ഒരു പ്രയോഗമാണ്. വെൻ ഇറ്റ് റെയിൻസ് ഇറ്റ് പോഴ്സ്. എങ്ങനെയാണ് ഇത് വിവിധ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐ ലോസ് മൈ ജോബ്, ദെൻ മൈ കാർ ബ്രോക്ക് ഡൗൺ. വെൻ ഇറ്റ് റെയിൻസ് ഇറ്റ് പോഴ്സ്. ആദ്യം ജോലി പോയി, പിന്നെ കാറും തകരാറായി. വരുമ്പോൾ എല്ലാം കൂട്ടത്തോടെ വരുന്നതെന്ന്. ഹി ഫെൽ സിക്ക്, ഹി മിസ്ഡ് ദ എക്സാം ആൻഡ് ഹിസ് ഫോൺ ഗോട്ട് സ്റ്റോളൻ. വെൻ ഇറ്റ് റെയിൻസ് ഇറ്റ് പോഴ്സ്. രോഗിയായി, പരീക്ഷ എഴുതാൻ പറ്റിയില്ല, മാത്രമല്ല അവൻ്റെ ഫോണും മോഷണം പോയി. വെൻ ഇറ്റ് റെയിൻസ് ഇറ്റ് പോഴ്സ്. മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയാറുള്ളത് നെഗറ്റീവ് സെൻസ് അല്ലേ, എന്നാൽ ഇംഗ്ലീഷിൽ ഇത് പോസിറ്റീവായി ഉപയോഗിക്കാറുണ്ട്. ഒരാൾക്ക് നേട്ടങ്ങൾ കൂട്ടത്തോടെ വരുമ്പോഴും ഇംഗ്ലീഷിൽ ഇതേപോലെ വെൻ ഇറ്റ് റെയിൻസ് ഇറ്റ് പോഴ്സ് എന്ന് പറയാറുണ്ട്. ഐ ഗോട്ട് എ പ്രൊമോഷൻ, ദെൻ എ ബോണസ് ആൻഡ് എ ന്യൂ ഓഫർ. വെൻ ഇറ്റ് റെയിൻസ് ഇറ്റ് പോഴ്സ്. എനിക്കൊരു പ്രൊമോഷൻ കിട്ടി, ബോണസും കിട്ടി, ഇപ്പോൾ ദാ പുതിയൊരു ഓഫർ വന്നിരിക്കുന്നു. വരുമ്പോൾ എല്ലാം കൂട്ടത്തോടെ വരികയാണ്. ചെറിയ വ്യത്യാസത്തോടു കൂടി ഇതേപോലെ ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കാം ഇതിങ്ങനെ. ഇറ്റ് നെവർ റെയിൻസ് ബട്ട് ഇറ്റ് പോഴ്സ്. പോർ എന്നാൽ കോരിച്ചൊരിയുക എന്നാണല്ലോ. ഇറ്റ് നെവർ റെയിൻസ്, മഴ പെയ്യാറില്ല, ബട്ട് ഇറ്റ് പോഴ്സ്, കോരിച്ചൊരിയാറേ ഉള്ളൂ എന്ന്. ചെറുതൊന്നും സംഭവിക്കില്ല, വലുതേ വരൂ എന്നർത്ഥം. ഫസ്റ്റ് ദ പവർ വെൻറ്റ് ഔട്ട്, ദെൻ ദ ഇൻ്റർനെറ്റ് സ്റ്റോപ്ഡ്. ഇറ്റ് നെവർ റെയിൻസ് ബട്ട് ഇറ്റ് പോഴ്സ്. വരുമ്പോൾ എല്ലാം കൂട്ടത്തോടെ വരിക. ഐ ലോസ്റ്റ് മൈ വാലറ്റ് ആൻഡ് ഓൺ മൈ വേ ബാക്ക് ഐ ഹാഡ് എ ഫ്ലാറ്റ് ടയർ. ഇറ്റ് നെവർ റെയിൻസ് ബട്ട് ഇറ്റ് പോഴ്സ്. എൻ്റെ പേഴ്സ് പോയി, ഞാൻ തിരിച്ചു വരുന്ന വഴി കാറിൻ്റെ ടയറും പൊട്ടി. വരുമ്പോൾ എല്ലാം കൂട്ടത്തോടെ. ഇതിൻ്റെ വേറൊരു വകഭേദമുണ്ട് മലയാളിക്ക്. ഒന്നിൽ തുടങ്ങിയാൽ മൂന്നെന്നൊരു ചൊല്ലില്ലേ, നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാറുള്ളത്. ഇതേപോലെ ഇംഗ്ലീഷിലുമുണ്ട്. ട്രബിൾ കംസ് ഇൻ ത്രീസ്. ഐ ആം നോട്ട് വെൽ, മിസ്ഡ് ദ ബസ്, ദെൻ മൈ ഫോൺ ഡൈഡ്. ട്രബിൾ കംസ് ഇൻ ത്രീസ്. സുഖമില്ല, ബസ്സും പോയി, എൻ്റെ ഫോണും ചത്തു. ഒന്നിൽ തുടങ്ങിയാൽ മൂന്ന് എന്നാണല്ലോ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രയോഗം പോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ പ്രയോഗം. ഓക്കെ, താങ്ക് യു.